in every soul, some brightly burning, some dark and cold. There is a spirit who brings a fire, ignites a candle, and makes his home. So carry your candle, run to the darkness, seek out the hopeless, confused and torn, and hold out your candle for all to see it. Take your candle and go light your world. Take your candle and go light your world. Honored attendees and esteemed colleagues, it is both my honor and privilege to welcome you all to this special occasion, the graduation ceremony of our beloved students. On behalf of St. Charles School, I extend a heartfelt welcome to our esteemed chief guest, Mr. Vishnu Lohiya Jacob, CEO and mentor of Awake Academy. He is familiar as a corporate mentor, placement coach, business consultant, NLP practitioner, and motivational speaker. His expertise असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा मृतङ्गमय Om Shanti Shanti Shanti. Very proud actually and honored to be invited here as a chief guest. So basically ഞാൻ ഈ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. എൻ്റെ മകൻ UKG-യിലൂടെ പഠിക്കുന്നുണ്ട്. ആളുടെ പേര് ലോന ബി ജേക്കബ് എന്നാണ്. ആൻഡ് ഐ തിങ്ക് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ചില ഡിസിഷൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഗുഡ്. സോ ഞാനിവിടെ നിൽക്കാനും കാരണം ഒരു ഡിസിഷനാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് കൺഗ്രാറ്റ്സ് ടു ഓൾ ദ 10 students who are going to get graduated. God bless you all and all the best. Good. അപ്പോൾ ഞാൻ ജനിച്ചതും വളർന്നതും മാവേലിക്കര എന്ന സ്ഥലത്താണ്. അവിടെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് സ്കൂളാണ് ഞാൻ പഠിച്ചത്. ബിഷപ്പ് പൂർ വിദ്യാപീഠ എന്നൊരു സ്കൂളാണ് ഞാൻ പഠിച്ചത്. അതും ഇതുപോലെ ഒരു ICSE സിലബസ് ആയിരുന്നു. ഞാൻ ആ സ്കൂളിലെ ലാസ്റ്റ് മാർക്ക് മേടിച്ച് പാസ്സായതാണ് 10. എൻ്റെ പെർസെൻറ്റേജ് വാസ് 74. അതുകൊണ്ട് തന്നെ എനിക്ക് +1 +2 നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ പാരൻസിന് ഞാൻ സയൻസ് എടുത്ത് പഠിക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ എൻ്റെ +1 +2 എനിക്ക് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കാൻ സാധിച്ചത്. നന്നായിട്ട് പഠിച്ചു. ആ തവണ ഞാൻ നേടിയ മാർക്ക് 66%, 66. അതിനുശേഷം എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്. കോളേജിന്റെ പേര് VIT വേലൂർ എന്നാണ്. വേലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയും. സോ ആ കോളേജിൽ പോയി പഠിക്കുകയും 4 വർഷം അവിടെ പഠിക്കുമ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് ഐ ഗോട്ട് 3 ജോബ്സ്. 3 ജോലി കിട്ടി എനിക്ക്. ഒന്ന് TCS എന്നൊരു കമ്പനി, ഒന്ന് ടെക് മഹേന്ദ്ര എന്നൊരു കമ്പനി, ഒന്ന് ഇൻഫോസിസ് എന്നൊരു കമ്പനി. സോ ഐ ഗോട്ട് 3 ജോബ്സ്. സോ നമുക്ക് ജീവിതത്തിൽ വിജയം വരുമ്പോൾ നമുക്ക് വരുന്നൊരു അസുഖമുണ്ട്. എന്താ അസുഖം അറിയാമോ? എന്താണ്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഹങ്കാരം. ബട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ 10-15 വർഷം കഴിഞ്ഞ് നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നു. നിങ്ങൾ പ്രൗഡായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, എൻ്റെ സെയിന്റ് ജോർജ് സ്കൂൾ അല്ലെ, അതിന്റെ വരാന്ത, ടീച്ചേഴ്സ് അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതും. അപ്പൊ അതുപോലെ എനിക്ക് ജീവിതത്തിൽ ഒരു ജോലി കിട്ടിയപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ലുക്കിംഗ് ബാക്ക്. അപ്പൊ എൻ്റെ കൂടെ പഠിച്ച +1 +2 10th പഠിച്ച കുട്ടികളെ കോൺടാക്ട് ചെയ്യുന്നതിന് പ്രസ്റ്റീജിയസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവർ പലർക്കും ജോലി കിട്ടുകയോ ഇന്റർവ്യൂ നടത്തുകയോ ചെയ്തിട്ടില്ല. വളരെ സർപ്രൈസ്. എന്നെ പോലെ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു കോളേജിൽ പഠിച്ച ഒറ്റ കാരണം കൊണ്ട് ഡസ് അതർ പീപ്പിൾ തിങ്ക് അബൌട്ട് മീ? ഈ ഒരൊറ്റ പേടി കാരണമാണ് പലരും ഡൗട്ട്സ് ചോദിക്കാത്തത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്, പ്രാക്ടിക്കലി നിങ്ങളുടെ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാത്തത്. സോ ഇന്ന് മുതൽ സെക്കൻഡ് പോയിന്റ് ഇസ് വൺ ഇസ് പ്രാക്ടിക്കാലിറ്റി, സെക്കൻഡ് പോയിന്റ് ഇസ് പാർട്ടിസിപ്പേഷൻ. നിങ്ങൾക്ക് എഡ്യൂക്കേഷനിലൂടെ എന്തെങ്കിലും നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ go and participate in every event that is happening in your life. ചോറൂണ്,
പാലുകാച്ച്, കല്യാണം, Independence Day, Christmas, birthday, Onam, Teachers Day, everything. Go participate. Go participate. നിങ്ങൾ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും, അത്രത്തോളം നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് ഇംപ്രൂവ് ചെയ്യും. The more you understand about yourself, more you can decide what to choose next. ഞാൻ കേരളത്തിൽ ഒരുമാതിരി എല്ലാ കോളേജുകളിലും ഒരു വട്ടത്തിലും പോയിട്ടുണ്ടാവും. ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടോ സെഷൻസിന്റെ ഭാഗമായിട്ടോ അവിടെ ഇരിക്കുന്ന 90% കുട്ടികൾ. പക്ഷെ ഒരു ചോദ്യം ഭയങ്കര ട്രിക്കിയാണ്. അവർ ചോദിക്കും എന്നോട്, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടഡ് സാലറി? ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യം അല്ലേ? അപ്പൊ അതിന് എങ്ങനെ ഉത്തരം പറയും? അപ്പൊ എന്റെ അപ്പൻ ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ 2 ലക്ഷം രൂപ ചോദിക്കണം, പ്രതിമാസം 2 ലക്ഷം. അപ്പൊ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ എന്നെ കളിയാക്കുന്നു പ്ലീസ്. അപ്പൊ പറഞ്ഞു, സീരിയസ്ലി നിന്റെ കോൺഫിഡൻസ് ആണ് നിന്റെ സാലറി അല്ലേ? യു ക്യാൻ ആസ്ക്. അതിനെന്താ തെറ്റുള്ളത്? ഞാൻ പറഞ്ഞു ശരി. കോള് കട്ട് ചെയ്തു. കട്ട് 2 മിനിറ്റ് ആലോചിച്ചു. എന്റെ അപ്പൻ എന്നെ കളിയാക്കിയതാണോ സത്യമായിട്ട് പറഞ്ഞാണോ? 2 മിനിറ്റ് ആലോചിച്ചിട്ട് ഞാൻ വീണ്ടും വിളിച്ചിട്ട് അപ്പൻ ചോദിച്ചു, അപ്പാ ശരി, എന്റെ കോൺഫിഡൻസ് ആണ് എത്ര ശമ്പളം വേണമെന്ന് ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് എത്ര ശമ്പളം തരുമെന്ന് കമ്പനി എങ്ങനെ തീരുമാനിക്കും? എന്റെ അപ്പൻ ചിരിച്ചോണ്ട് പറഞ്ഞു, നൗ യു ഹാവ് ആസ്ക്ഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഒരു കമ്പനി നിനക്ക് എത്ര സാലറി തരാം എന്ന് തീരുമാനിക്കുന്നത്? അങ്ങനെ എന്റെ അപ്പൻ ഒരു ഫ്രേസ് പറഞ്ഞു, ഇങ്ങനെയാണ്, യുവർ സാലറി വിൽ ഓൾവേസ് ബി directly proportional to the ease with which the company can find a replacement for you. Your salary will always be directly proportional to the ease with which the company can find a replacement for you. അതിനർത്ഥം നിന്റെ ശമ്പളം എന്നും എന്തിന് നേർ അനുപാതമായിരിക്കും. എത്ര എളുപ്പത്തിൽ നീ ഇരിക്കുന്ന കസേരയിൽ മറ്റൊരാളെ സ്ഥാപിക്കാൻ കഴിയും, അതിന് അനുപാതമായിരിക്കും എന്നും നിന്റെ വിജയവും നിന്റെ ശമ്പളവും. അതിന്റെ അർത്ഥം, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു കീപ് ഓൺ സ്റ്റഡിങ് സോ ദാറ്റ് യു വിൽ നെവർ എവർ ബി റീപ്ലേസ്ഡ്. അതിന്റെ പേര് അപ്സ്കില്ലിംഗ് എന്നാണ്. ബി എ കോൺസ്റ്റന്റ് ലേണർ. കീപ് ഓൺ ലേണിംഗ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. കാരണം ടെക്നോളജികളും സാഹചര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ഐ വോണ്ട് യു ഓൾ ടു ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ബിക്കമിംഗ് എ കണ്ടിന്യൂസ്. കൗൺസിൽ ചെയ്യുമ്പോൾ വളരെ വിഷമത്തോടെ പറയട്ടെ, വളരെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലതരം പ്രശ്നങ്ങളാണെന്ന് കുട്ടികൾ നേരിടുന്നത്, പ്രത്യേകിച്ച് അവരുടെ ടീനേജ് കാലഘട്ടത്തിൽ. ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിന് പ്രധാന സംഭവം ഒറ്റ കാര്യം. പാരന്റ്സിന് അത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എവരിതിങ് വിൽ ചേഞ്ച്. ഒറ്റ കാര്യം, വേറൊന്നുമല്ല, ഇൻവെസ്റ്റ് യുവർ ടൈം ഫോർ യുവർ കിഡ്സ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എത്രത്തോളം സമയം നിങ്ങളുടെ മക്കളുമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത്രത്തോളം ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് അവർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരെ ഫ്യൂച്ചറിലേക്ക് നയിക്കാൻ സാധിക്കും. ഇനീഷ്യൽ ഫേസിൽ നമുക്ക് നോളജ് കൊണ്ട്, കോൺഫിഡൻസ് കൊണ്ട് പേടിപ്പിച്ച് വഴക്ക് പറഞ്ഞൊക്കെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. Proud that such an institution exists in today's world. കാരണം ഈ നാട്ടിലെ എല്ലാ സ്കൂളിലും ഞാൻ പോയിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ബാബൻ സ്കൂളിൽ പോകുന്നുണ്ട്, ഇന്ന് തന്നെ രാജകീയ പോകുന്നുണ്ട്. സോ ഐ ഹവ് ബീൻ ടു ഓൾ ദി സ്കൂൾസ്. അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഈ സ്കൂളിലുണ്ട്. ആർക്കെങ്കിലും പറയാൻ എന്താണ് ഞാൻ കണ്ട ഒരു പ്രത്യേകത? They give importance to the human element of you. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹ്യൂമൻ എന്ന് പറയുന്ന എലമെന്റ്, എംപതി എന്ന് പറയുന്ന എലമെന്റ്, they tend to cultivate that in kids, which is absolutely unbelievable. കാരണം ഇന്നത്തെ എഡ്യൂക്കേഷൻ ബിസിനസ്സിൽ ആ ഒരു മൂല്യം ഉയർത്തിപ്പിടിച്ച് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. But I absolutely respect the management, all the faculty, all the team members for a wonderful job. We should all be blessed to be studying in such a wonderful institution. Once again, all the best, do good and make a beautiful life. Thank you. Thanks a lot.
So proud of you. So this morning, when I woke up, I was just thinking, what will I tell my students? Because they are often hearing me. But I have to tell them something new. Then I thought they will hear all the time new things in life. Many speakers will come, they'll tell them new things which I am not even aware of. ഇതുപോലത്തെ സെഷൻസ് ഇവർക്ക് ഇനിയും ജീവിതത്തിൽ കിട്ടും. അതവർക്ക് ആവശ്യമാണ്, ജീവിതത്തിന് വളരെയധികം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനിയും അവർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ സെയിൻറ്റ് ചാൾസിൽ നിന്ന് കടന്നു പോകുമ്പോൾ സെയിൻറ്റ് ചാൾസിന് ഒരു ആഗ്രഹമുണ്ട്. അവർ എന്തിനു വേണ്ടി സെയിൻറ്റ് ചാൾസിൽ നിന്ന് കടന്നുപോയി? വി ആർ സെൻഡിങ് ദം ഔട്ട്. സെയിൻറ്റ് ചാൾസ് സിസ്റ്റേഴ്സിന് ഒരു ക്യാരിസമുണ്ട്. അതായത് ഞങ്ങൾ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ സർവൈവ് ചെയ്യുന്നു? ദൈവത്തിന്റെ കരുണയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെയിൻറ്റ് ചാൾസ് സിസ്റ്റേഴ്സ് ഇവിടെ ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സിസ്റ്റേഴ്സ് പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, പല 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 കാര്യങ്ങൾ, വഴിയിലുള്ളവരെയൊക്കെ പരത്തി സംരക്ഷിക്കുന്ന പല പ്രസ്ഥാനങ്ങളുണ്ട് ഞങ്ങൾക്ക്. അതിലൂടെ എല്ലാം ഇവിടെ നടത്തുമ്പോൾ, സ്കൂളിൽ നടത്തുമ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, എവറിത്തിങ് എല്ലാം മറന്നു പോകും. പക്ഷെ അതിന്റെ പ്രാക്ടിക്കാലിറ്റിയൊക്കെ കണ്ടുപിടിക്കും, അതൊക്കെ മനസ്സിലാക്കും, ചെയ്യുമ്പോൾ കണ്ടറിയണം. പക്ഷേ അതിന്റെ ഒക്കെ അപ്പുറത്ത് ഇവരെങ്ങനത്തെ മനുഷ്യരായി ലോകത്ത് കടന്നു വരുന്നു, അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഡോണ്ട് കാൽക്കുലേറ്റ്, ഡോണ്ട് മെഷർ. നിങ്ങൾ കണക്ക് പറയണം. He who loves much, give a pat on someone's back. One who is suffering, just give a pat. I am with you. അത്രയും മതി, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഒരു ചെറിയ ചിരി, അത്രയും മതി, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് കമ്പാഷനേറ്റ് ആകുന്നതിനൊപ്പം ബി കമ്പാഷനേറ്റ് ടു യുവർ സെൽഫ്. നിങ്ങളോട് കൂടി കമ്പാഷൻ ഉണ്ടായിരിക്കണം. യു ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, യു ക്യാൻ ഫോൾ, യു ക്യാൻ ഹാവ് ലോട്ട് ഓഫ് ഇഷ്യൂസ്. ബി കമ്പാഷനേറ്റ്. നിങ്ങൾ നിങ്ങളെ പണിഷ് ചെയ്യും. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ nobody will love you. You have to love yourself. First and foremost, little bit you can be selfish children. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് സെൽഫിഷ് ആകാം. നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം, പഠിക്കണം. എല്ലാ ബാച്ചും എനിക്ക് വളരെ പ്രാധാന്യം ഞാൻ പറയാം. ഓരോ ബാച്ച് കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ആ ഒരു സന്തോഷമുണ്ട്. ഇതുപോലെ അനുസരണമുള്ള കുട്ടികളെ നിങ്ങൾ പുറത്ത് കാണില്ല. നിങ്ങളുടെ വീട്ടിൽ അവരെന്താണെന്ന് എനിക്കറിയില്ല. ഇതുപോലെ അനുസരണമുള്ള മക്കളെ നിങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. ഇതുപോലെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തുകൊണ്ട് വരുന്ന മക്കളെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അവസരിക്കണം. അത്രയ്ക്ക് ഞാൻ അവരെ പോക്കി പറയുന്നില്ല. ഐ ഡോണ്ട് എക്സാജറേറ്റ്. ഈ കുട്ടികൾ ഞാൻ ദിസ് ഈസ് മൈ 16th year ഓഫ് ബീയിങ് എ പ്രിൻസിപ്പൽ. 1, 2, 3. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പല വർഷം, കഴിഞ്ഞ വർഷം ഞാൻ കണ്ടു വളരെ നല്ല കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ കടന്നു പോകുന്നത്. വളരെ നല്ല കുട്ടികൾ. അപ്പോൾ ഇവർ നിങ്ങളുടെ മുതൽക്കൂട്ടാണ്. ടേക്ക് കെയർ ഓഫ് ദം. അക്കമ്പനി ദം. പേരൻസ്, നിങ്ങൾ അവരുടെ കൂടെ നടക്കണം. എന്താണെന്ന് ചോദിച്ചാൽ LKG UKG കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ട്. ഈ UKGയുടെ ഗ്രാജുവേഷന് ഞങ്ങളുടെ ഹാൾ ഫുള്ളാണ്. UKGയുടെ എന്ത് വന്നാലും ഞങ്ങളുടെ ഹാൾ ഫുള്ളാണ്. അത് കഴിയുമ്പോൾ ഹാളിൽ ആൾക്കാർ കുറഞ്ഞു. ഇനി നിങ്ങൾ ഇരിക്കുന്ന, നിങ്ങൾ വലിയതായിട്ട് പോകുന്ന നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ വലിയ ആൾക്കാരെയൊക്കെ കൂട്ടി വെച്ച്, അതിനു മുമ്പ് നിങ്ങൾ This song, Love You Zindagi, is a tribute to the beauty of life, encouraging
to embrace every moment with open arms and open heart. Let's celebrate this momentous occasion with that inspire us to love and live life to its fullest. Presenting the music. Remember the values of hard work, discipline, and teamwork that we emphasized in our classroom. Remember that failure is not the opposite of success, but it's a stepping stone to success. Farewell, my dear. നമ്മുടെ വിശിഷ്ടാതിഥി പറഞ്ഞതുപോലെ രണ്ടുപേരെ ഞാൻ തിരഞ്ഞെടുക്കുക. ഒന്ന് തൃക്കാക്കരയിൽ അല്ലെങ്കിൽ മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് സെന്റ് ജോൺസിനുള്ള പ്രത്യേകത എന്നാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അടുത്ത 2 വർഷം നമ്മളുടെ വിദ്യാർത്ഥികൾ നയമാണ്. ആ 2 വർഷത്തെ കേസ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ കുട്ടികൾ ഈ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം 12ാം ക്ലാസ് ആക്കിയിട്ടുണ്ട്. 2025 അത് നമ്മുടെ കേരളത്തിൽ നടപ്പിലാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഈ പാരൻസ് ഇത്രയും ബുദ്ധിമുട്ടി ഈ ICSE സിലബസിൽ നമ്മളെ കുട്ടികളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിൽ വെച്ച് നിർത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് 12ാം ക്ലാസ് വരെ പൂർത്തിയാക്കി സെന്റ് ജോൺസിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ പുറത്തേക്ക് വിടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് 2020 മുതലുണ്ടായിരുന്നു. എൻ്റെ കുട്ടി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അന്ന് കുട്ടികളില്ലാത്തത് കാരണം ക്ലാസ് അനുവദിച്ചില്ല. എൻ്റെ കുട്ടി മകള് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ 2 വർഷം
വേസ്റ്റായി പോയിരുന്നു. കാരണം ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് സ്റ്റേറ്റ് സിലബസിൽ കൊണ്ടുപോയി 2 വർഷം ചേർത്തത്. സെന്റ് ജോൺസിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അവർ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും സ്റ്റേറ്റിൽ പഠിച്ചത്. അപ്പൊ ആ ഒരു വിദ്യാഭ്യാസ രീതിയോട് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ നമ്മൾ ഇവിടെ ചേർത്തത്. അപ്പോ +1 +2 കൂടി പഠിപ്പിച്ച് ഈ വിദ്യാർത്ഥികളെ ഈ വിദ്യാലയത്തിന് പുറത്തേക്ക് വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ മാനേജ്മെന്റിന്റെ മുന്നിൽ ഞാനിപ്പോൾ വയ്ക്കുകയാണ്. രണ്ടാമത് ആഗ്രഹം പറഞ്ഞത് മറ്റു വിദ്യാലയത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് സെന്റ് ജോൺസ്, അത് ഞാനും നോക്കിയത്. കാരണം മറ്റു വിദ്യാലയങ്ങളെല്ലാം അതൊരു വ്യാവസായികമായ രീതിയിൽ അല്ലെങ്കിൽ ബിസിനസ് രീതിയിലാണ്. സെന്റ് ജോൺസ് നടത്തിക്കൊണ്ട് പോകുന്നതിനെ പറ്റി എനിക്ക് ഞാൻ മാനേജറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാം. അതിൻ്റെതായ സാങ്കേതിക ബുദ്ധിമുട്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടും നമുക്കറിയാം. അപ്പോൾ സെന്റ് ജോൺസ് മോശമല്ല. കാരണം സെന്റ് ജോൺസിന്റെ മുറ്റത്ത് കളിച്ച് വളർന്നൊരു കുട്ടി ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു ബോർഡൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. അമൃത സന്തോഷ് ഇന്ത്യൻ ഭരണ സർവീസിൽ വരെ എത്താൻ പ്രാപ്തിയായ ഒരു കുട്ടി ആളെയാണ് നിങ്ങൾ പുറത്തേക്ക് വിട്ടുന്നത്. IAS കിട്ടി. അമൃത സന്തോഷിന് IAS വരെ കിട്ടി. അപ്പൊ സെന്റ് ജോൺസ് അത്ര മോശമല്ല. ഇന്നത്തെ ഡോക്ടറേറ്റ്, എഞ്ചിനീയറോ മറ്റേത് എന്നാൽ പരമോന്നത പദവിയിൽ വരെ സെന്റ് ജോൺസിൽ പഠിച്ച കുട്ടി എത്തി എന്നുള്ളത് സെന്റ് ജോൺസിനെ അഭിമാനിക്കണം. ഭാവിയിലും സെന്റ് ജോൺസ് അത്തരം കുട്ടികളെ വാർത്തെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സെന്റ് ജോൺസിന് എല്ലാവിധ ആശംസകളും. ഈ തേൻ ചില്ലയിൽ ചേക്കേറുവാൻ വന്നു പാടും മൈനകൾ ആലോലമായി തെന്നലാലോലമായി പൂത്താളുകൾ മെല്ലയോ മനിക്കേ ആനന്ദദീപം തൂകും പ്രസാദം തരുമോ നിസായാനമേ നീ വന്നു ചേരും വീതിയിലാരോ വിതറുന്നു വർണ്ണോരുഹം കളകാഞ്ചി കാതിൽ രവം വിളിയോതുമേതോ പദം ഇതളടയവേ സരസിജമതിൽ മധുബനീ പാന്തരാവം ഇനി മോചനം പുലർവേള തന്നാളനം കതിരുകളാടി പൊന്നണി വയലുകളിൽ ഓരോരം കുയിലിന പാടി ചിറകടി പിന്നണിയാ
of playful teasings from my teachers and fellow classmates. Every bit and pieces of bickering with my friends, a little serious conversation I had today marks the beginning of my academic journey. I am filled with excitement, yet uncertainty about my future. This place is truly home away from home. The illumination of wisdom and knowledge, guiding you toward I am here to bestow upon you the light of virtues. May the principles of I am grateful indeed to receive this life of virtue. By following these principles, I am confident that I and guidance about admission and transfer process. My transfer was unique and complicated. Our principal was personally നീലക്കണ്ണാടി എൻ സങ്കൽപ്പത്തിൻ തങ്ക കോവിൽ തള്ളി തുറന്നോ നല്ല മാമൂവിൻ മണമോലും കവിളല്ലിയിൽ എന്റെ പ്രണയത്തിൻ സമ്മാനം തൊടുവിക്കും ഞാൻ അണി പുലർമഞ്ഞു പൊതിയുന്ന പൂങ്കാവു നീയതിനിയുള്ള ജന്മങ്ങൾ പാറാവു ഞാൻ ഉല്ലാസനായികേ ഇന്നായകനീനാനേ എൻ കിന്നര വീണയിലേതും വീട്ടാൻ തന്നടയു വേഗം ഉന്മാദനായി നീ എൻ നീലക്കണ്ണാടി എൻ സങ്കൽപ്പത്തിൻ തങ്ക കോവിൽ തള്ളി തുറന്നോ മജവായി നിക്കിരിയ പഞ്ച് മിഠായ ആമാ പഞ്ച് മിഠായ ഒയ്യോ പഞ്ച് മിഠായ മജവായി നിക്കിരിയ പഞ്ച് മിഠായ ആമാ പഞ്ച് മിഠായ ഒയ്യോ பஞ்சு மிட்டாய சோஜாவா படுத்துக்குவேன் ஓமடியில சாஞ்சு சும்மா வாட்டமா இருக்கிறிய வாட்டர் பாக்கெட் மூஞ்சு ತಾಗವಳೆ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕತ್ತಾಗವಳೆ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನನ್ನ ಬೊಮ್ಮೆ ಸಕ್ಕತ್ತಾಗವಳೆ ಹಿನ್ನಲೆ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ನೆ ನಗ್ತಾಳೆ
Mamita que está tan rica, se pega los dientes como abuelita. Mamita que está tan rica, se pega los dientes como abuelita. நங்கூரமாய ரங்குற இழிவு மலையை இழுக்கிற எம்மாடி எம்மாடி உன்னால நான் துடிக்கிறேன். तांबडी चांबडी चमकते उन्हात लका 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 तांबडी चांबडी चमकते उन्हात लका 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 तांबडी चांबडी चमकते